നമസ്കാരം. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറായ ഫിലിപ്പ് ഗ്രീൻ. ഖാലിസ്ഥാൻ വിഘടനവാദികളുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കയെക്കുറിച്ച് ഓസ്ട്രേലിയയുടെ കാഴ്ചപ്പാട് തുറന്നു പറയുകയായിരുന്നു ഈ ഫിലിപ്പ് ഗ്രീൻ എന്ന നയതന്ത്ര പ്രതിനിധി. ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തികൾ, ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക, അവിടെ ഗ്രാഫിറ്റി ഉപയോഗിച്ച് പ്രതിഷേധ ചിത്രങ്ങൾ വരയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഓസ്ട്രേലിയ വളരെ ഗൗരവ തന്നെയാണ് കാണുന്നത്. ഞങ്ങളുടെ പോലീസും ഇന്റലിജൻസും മൾട്ടി കൾച്ചറൽ ഏജൻസികളും സംസ്ഥാനത്തെ അധികാരികളും എല്ലാം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. തന്റെ രാജ്യത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായാണ് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഈ വിവരം പറഞ്ഞിരിക്കുന്നത്. ഈ വർഷം ആദ്യം ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന വേളയിൽ ഓസ്ട്രേലിയയിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ആക്രമണങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യം ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായ ആന്റണി ആൽബനീസുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഊഷ്മളമായ വളരെ ആഴത്തിലുള്ള സൗഹൃദ ബന്ധത്തെ ഉലയ്ക്കുന്ന ഒരു പ്രവൃത്തിയും തങ്ങൾ അംഗീകരിക്കില്ല, അത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനം ആൽബനീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ വാക്ക്, അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ അടിവരയിടുന്ന പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇന്ത്യക്ക് മേലെയുള്ള സമ്മർദ്ദങ്ങൾ അധികമാണ്. പ്രത്യേകിച്ചും കാനഡയും US-ഉം ഒക്കെ ഖാലിസ്ഥാൻ വിഷയം ഉയർത്തി പിടിക്കുന്ന സന്ദർഭത്തിൽ ഇതേ സമയത്ത് തന്നെയാണ് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ആ നാട്ടിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ തങ്ങൾ ശക്തമായ നിലപാടെടുക്കുമെന്ന വിവരം കൂടി രാജ്യത്തോട് പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് VCT മലയാളം.